മലയാളികളായ കുറേ ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടതിന് പകരം എല്ലാവരുടെ വണ്ടിക്കൂലി മുടക്കി പമ്പയിൽ പോയി അവിടെ ഇരുന്ന് നാട്ടുകാരുടെ പണം പറ്റിച്ച് ഒരു പരിപാടി നടത്തുന്നു. ശ്രീ സന്ദീപ്, ഇതിൽ ആ മന്ത്രിയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചത്, എത്രയൊക്കെ ഭക്തനായാൽ പോലും ആ ഡെങ്കുവും മലേറിയയും പോലെ തുടച്ചു നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ കൈകൊട്ടിച്ച് ആഹ്ലാദിച്ച മനുഷ്യനാണ്, ആ വേദിയിലുണ്ടായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെയാണ് ഇവിടെ ഈ ചരിത്ര സംഭവം എന്ന് ഇവർ അവകാശപ്പെടുന്ന പരിപാടിക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. അതുമാത്രമല്ല, ശബരിമലയോട് പെട്ടെന്നൊരു സ്നേഹം. എല്ലാവർക്കും നമസ്കാരം. ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ശബരിമല സ്നേഹത്തെയും അവരുടെ വിശ്വാസത്തോടുള്ള നിലപാടുകളൊക്കെ നമ്മൾ കേരളം പലതവണയായി ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും അവസാനത്തെ ഒരു വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുക. ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരുന്നത് ഈ ശബരിമല സംഗമത്തിൻ്റെ നോട്ടീസാണ്. ഇന്നത് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ നോട്ടീസ് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശശികുമാർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, ദേവസ്വം ബോർഡാണിത് നടത്തുന്നത്, ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയാണ് എന്നൊക്കെ പറഞ്ഞു. സർക്കാരിന് റോളില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഞാൻ ആ നോട്ടീസിൽ നോക്കുകയായിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ അതിലെ പ്രാതിനിധ്യം എന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് പരിപാടിക്ക് സ്വാഗതം പറയുന്നത്. പിന്നെ നമ്മുടെ ചെങ്ങന്നൂരുകാരൻ തന്നെയായ ദേവസ്വം ബോർഡ് മെമ്പർ സന്തോഷ് സാന്നിധ്യം. പിന്നെ നന്ദി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധി അജികുമാർ. കഴിഞ്ഞു. ഇതാണ് ദേവസ്വം ബോർഡും ശബരിമലയുമായുള്ള ഒരു ബന്ധം. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതാ നോക്കൂ, ഒന്നാമത്തെ സെഷൻ ശബരിമല മാസ്റ്റർ പ്ലാനിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്. അതിൽ ശബരിമല മാസ്റ്റർ പ്ലാൻ വികസന സമിതിയുടെ അംഗങ്ങളായ 2 പേര്, പ്രൊഫസർ ബെജൻ എസ് കോത്താരി, ഡോക്ടർ പ്രിയാഞ്ജലി പ്രഭാകരൻ 2 പേരുണ്ട്. പിന്നെ മൂന്നാമത്തെ ആൾ നമ്മുടെ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ കെ ജയകുമാറാണ്. നാലാമത്തെ ആൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രൊഫസർ സുനിൽ കുമാർ. കഴിഞ്ഞു. ഒന്നാമത്തെ സെഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെഷൻ ആത്മീയ ടൂറിസം. ആരൊക്കെയാണ് ചർച്ച ചെയ്യുന്നറിയാമോ? TK നായർ, ബിജു K IAS, S സ്വാമിനാഥൻ, കേരള ട്രാവൽ മാർട്ടിൻ്റെ സ്ഥാപകൻ, ബേബി മാത്യു സോമതീരം. രണ്ടാമത്തെ സെഷൻ കഴിഞ്ഞു. മൂന്നാമത്തെ സെഷനാണ് ഏറ്റവും കോമഡി. ആൾക്കൂട്ട നിയന്ത്രണവും തയ്യാറെടുപ്പുകളും. ചർച്ച ചെയ്യുന്നത് കേരള മുൻ DGP ജേക്കബ് പുന്നൂസ് IPS റിട്ടയേർഡ്, S ശ്രീജിത്ത് IPS നിലവിലെ ADGP പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, അജിത ബീഗം തിരുവനന്തപുരം റേഞ്ച് DIG, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ B പത്മകുമാർ, ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ ഭീമാശേഖർ. കഴിഞ്ഞു. അല്ല, അവിടെ ആൾക്കൂട്ട നിയന്ത്രണമാണ്. ഭക്തരെ നിയന്ത്രിക്കുന്നത്. ഈ ഒരു സർക്കാർ കൊട്ടിഘോഷിച്ച് നടത്തുന്ന ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി കോടിക്കണക്കിന് രൂപയുടെ വികസനം നടപ്പാക്കാൻ വേണ്ടി നടത്തുന്ന 3 സെഷനുകളാണിത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള മനോജ് എബ്രഹാമോ ശ്രീജിത്തും അജിത ബീഗവും ജേക്കബ് പുന്നൂസും കൂടെ ചർച്ച ചെയ്യുന്നതിന് എന്തിനാണ് സർ പമ്പ വരെ പോകുന്നത്? അവർക്ക് ആ വെള്ളയമ്പലത്തെ പോലീസ് ആസ്ഥാനത്തിരുന്ന് 3 പേര് ഒരു കസേര വലിച്ചിട്ടിരുന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ആവശ്യമുണ്ടോ? ആത്മീയ ടൂറിസം, ബേബി സോമതീരം എന്നുള്ളത് കേരളത്തിൽ നമ്മുടെ ജീവൻ TVയുടെയൊക്കെ ഉടമസ്ഥനായ ബേബി മാത്യു സോമതീരമാണ്. അദ്ദേഹത്തെ ഏത് നിമിഷം ആര് വിളിച്ചാലും അവൈലബിൾ ആകുന്ന ഒരു പാവം ബിസിനസ്സുകാരനാണ്. അദ്ദേഹവും TK നായരും K ബിജു IASും കൂടെ ചർച്ച ചെയ്തതിന് പമ്പ വരെ പോകേണ്ട ആവശ്യമുണ്ടോ? ശബരിമല മാസ്റ്റർ പ്ലാനിൻ്റെ വിദഗ്ധ സമിതി അംഗങ്ങളാണ് ഞാൻ മുമ്പ് പറഞ്ഞ പ്രിയാഞ്ജലിയും ബെജൻ എസ് കോത്താരിയും. ഇവരെ പമ്പ വരെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അതിനകത്തെ വിശ്വാസ സംഹിതകളും സർക്കാരിൻ്റെ നയങ്ങളും ഹൈന്ദവ വിരുദ്ധതയും ഒക്കെ മാറ്റി നിർത്തിയാൽ ഇതിൻ്റെ സാങ്കേതികമായ പൊള്ളത്തരം എത്രമാത്രമുണ്ട് എന്ന് ഈ ഒരു നോട്ടീസിൽ കൂടി വ്യക്തമാണ്. നോക്കൂ, നമ്മളോട് എന്തൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്? ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുന്നു. ഇപ്പം തന്നെ ബഹുമാനപ്പെട്ട ശശികുമാർ പറഞ്ഞത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുള്ള വിദഗ്ധർ വരുന്നു എന്നാ. നമ്മൾ കണ്ടില്ല ഈ ലിസ്റ്റിൽ. ഞാൻ വായിച്ചതല്ലാതെ പുതിയ നോട്ടീസ് ഉണ്ടെങ്കിൽ ദേവിയെ തന്നെ കാണിച്ചു തന്നാൽ ഞാനിത് തിരുത്താം. ഈ നോട്ടീസിൽ ഒരു വിദഗ്ധരുടെയും പേര് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതാണ് ശബരിമലയുടെ വികസനത്തിന് വേണ്ടി മുൻപ് പറഞ്ഞ ആഗോള അയ്യപ്പ സംഘം. ഏത് ഗോളമാണിതൊന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതോ ഗോളം തിരിഞ്ഞവരുണ്ടാക്കിയ പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഇത് വേറൊരു ഗോളവും നമ്മൾ കാണുന്നില്ല. ഒരു ആഗോളവും ഇതിലില്ല. മലയാളികളായ കുറേ ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടതിന് പകരം എല്ലാവരുടെ വണ്ടിക്കൂലി മുടക്കി പമ്പയിൽ പോയി അവിടെ ഇരുന്ന് നാട്ടുകാരുടെ പണം പറ്റിച്ച് ഒരു പരിപാടി നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പരിപാടിയുടെ സാങ്ക്ടിറ്റി എന്താണ് ഇതിൻ്റെ ആവശ്യം, എന്തിനു വേണ്ടി ഇത് നടത്തും, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അതാണ് ആദ്യഘട്ടത്തിൽ എനിക്കൊന്ന് അറിയേണ്ടത്. തീർച്ചയായും ഇതിലെ ഒരു മിനിറ്റ് അങ്ങേക്കൊന്ന് മറുപടി പറഞ്ഞ് ഞാൻ 2 അതിഥികളിലേക്ക് കൂടി പോവാം. 1 മിനിറ്റ് പെട്ടെന്ന്.
കാരണം ഇതിൽ അങ്ങയുടെ മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 വേദികളിലായിട്ടാണ് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ ഉണ്ട്. 2025-2030 മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അതിൽ 315 കോടിയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത്. അതിലെല്ലാം വരും, ശബരിമലയുടെ സമഗ്ര വികസനം വരും. അതാണ് പ്രധാനമായി അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതനുസരിച്ചിട്ടുള്ള ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ 5000-ലധികം പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 3000 പേരെയാണ് പങ്കെടുപ്പിക്കാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ സ്ഥിരമായി വന്നു പോകുന്ന ഭക്തന്മാർക്ക് ഒട്ടേറെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട്. ഇന്ന് ശബരിമലയുടെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട്, ശബരിമലയുടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തു നിന്നും പുറത്തുനിന്നും വരുന്ന അയ്യപ്പൻ ഭക്തന്മാർക്ക് ഒട്ടേറെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട്. ആ നിർദ്ദേശങ്ങൾ കേൾക്കുക എന്നുള്ളതാണ്. ആ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാൻ അവിടെ മുമ്പാകെ സമർപ്പിക്കുക. അല്ലാതെ ഈ പങ്കെടുക്കുന്ന വിദഗ്ധരുടെ അഭിപ്രായം പറയാനല്ല അവരുടെ ജോലി എന്ന് പറയുന്നത് ഇതിനെ ഈ 3 വേദികളായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും ക്രോഡീകരിക്കാനുമുള്ള ഒരു ഇതാണത്. പങ്കെടുക്കുന്നവരെ സംബന്ധിച്ച് അത് ക്ലിയർ ആണ്. പക്ഷേ ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, ഈ 5000 രജിസ്ട്രേഷനിൽ 3000-ലേക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു മാനദണ്ഡം എങ്ങനെയാണ്? നേരത്തെ തന്നെ ദേവസ്വം ബോർഡ് പറഞ്ഞല്ലോ, എന്താണ് വെർച്വൽ രജിസ്ട്രേഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് സ്ഥിരമായി വെർച്വൽ സംവിധാനത്തിലൂടെ രജിസ്റ്റർ ചെയ്ത് സ്ഥിരമായിട്ട് ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാരെക്കാണ് മുൻഗണന.